നമസ്കാരം, ഞാൻ ബിനോയ് ജോസഫ്. നമസ്കാരം, ഞാൻ മിനിൽ കെ ബേബി, പാല ബ്രില്യൻ സ്റ്റഡി സെന്ററിൽ നിന്നും. നമുക്കിന്ന് ഐസർ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ചിനെ കുറിച്ച് വിശദമായി മനസ്സിലാക്കാം. ഐസറിലെ വിവിധ ക്യാമ്പസുകൾ, കോഴ്സുകൾ, അവിടുത്തെ സ്പെഷ്യൽ ഫീച്ചേഴ്സ്, ഫീസ് സ്ട്രക്ചർ, സ്കോളർഷിപ്പ്, ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, IIT കട്ട് ഓഫ് 2025 തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് വിശദമായി ചർച്ച ചെയ്യാം. ചെറുപ്രായത്തിൽ തന്നെ മികച്ച ശാസ്ത്ര ഗവേഷണ അന്തരീക്ഷത്തിലേക്ക് വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര ഗവൺമെന്റ് ആരംഭിച്ച സ്ഥാപനമാണ് ഐസർ. ഗവേഷണത്തിൽ അധിഷ്ഠിതമായ പഠന രീതിയാണ് പ്രധാന സവിശേഷത. അടിസ്ഥാന സയൻസ് വിഷയങ്ങളിൽ ഗുണമേന്മയാർന്ന പഠന ഗവേഷണങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയാണ് ഇവിടുത്തെ കോഴ്സുകളുടെ ഉദ്ദേശം. സയൻസിനോട് പാഷനേറ്റ് ആയിട്ടുള്ള കുട്ടികൾക്കും സയൻസിൽ ഒരു കരിയർ ബിൽഡ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും പെർഫെക്റ്റ് ചോയ്സ് ആണ് ഐസർ. ആദ്യം നമുക്ക് ഐസർ ക്യാമ്പസുകളെ ഒന്ന് പരിചയപ്പെടാം. ഐസറിന് മൊത്തം 7 ക്യാമ്പസുകളാണുള്ളത്. ഐസർ പൂനെ മഹാരാഷ്ട്രയിലാണ് 2006 സ്റ്റാർട്ട് ചെയ്തത്. ഐസർ കൊൽക്കത്ത വെസ്റ്റ് ബംഗാളിലാണ് 2006 തന്നെയാണ് സ്റ്റാർട്ട് ചെയ്തത്. ഐസർ മൊഹാലി പഞ്ചാബിലാണ് 2007 സ്റ്റാർട്ട് ചെയ്തത്. ഐസർ ഭോപ്പാൽ മധ്യപ്രദേശിലാണ് 2008 സ്റ്റാർട്ട് ചെയ്തത്. നമ്മുടെ കേരളത്തിലെ ഐസർ ട്രിവാൻഡ്രത്താണ് 2008 സ്റ്റാർട്ട് ചെയ്തത്. ഐസർ തിരുപ്പതി ആന്ധ്രാപ്രദേശിലാണ് 2015 സ്റ്റാർട്ട് ചെയ്തത്. ഐസർ ബെർഹാംപൂർ ഒഡീഷയിലാണ് 2016 സ്റ്റാർട്ട് ചെയ്തത്. ഇനി നമുക്ക് ഐസറിന്റെ സാലിയന്റ് ഫീച്ചേഴ്സ് ഒന്ന് മനസ്സിലാക്കാം. മൊത്തം 7 ഐസറുകളിലായി 2400ഓളം സീറ്റുകളുണ്ട്. ഐസറിലെ വിവിധ പ്രോഗ്രാമുകൾ: BSMS ഡുവൽ ഡിഗ്രി പ്രോഗ്രാം 5 ഇയേഴ്സ് ആണ്. ബയോളജിക്കൽ, കെമിക്കൽ, മാത്തമാറ്റിക്കൽ, ഫിസിക്കൽ, എർത്ത് ആൻഡ് ക്ലൈമറ്റ്, എൻവയോൺമെന്റൽ സയൻസ്, കമ്പ്യൂട്ടേഷണൽ ആൻഡ് ഡാറ്റ സയൻസ്. BS ഡിഗ്രി 4 ഇയേഴ്സ് ആണ്. എക്കണോമിക് സയൻസ്, എഞ്ചിനീയറിംഗ് സയൻസ്, എക്കണോമിക് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ സയൻസ്. ബിടെക് ഭോപ്പാലിൽ മാത്രമാണുള്ളത്, 4 ഇയേഴ്സ് ആണ്. കെമിക്കൽ എഞ്ചിനീയറിംഗ്, ഡാറ്റ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആൻഡ് കമ്പ്യൂട്ടർ സയൻസ്. ഐസറിലേക്കുള്ള അഡ്മിഷൻ ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് വഴി മാത്രമാണ്. IIT ഫുള്ളി റെസിഡൻഷ്യൽ ക്യാമ്പസ് ആണ് ഐസർ ക്യാമ്പസ്. എല്ലാ കുട്ടികളും ക്യാമ്പസിൽ താമസിച്ച് പഠിക്കണം. 7 ഐസറുകളെയും ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നാഷണൽ ഇമ്പോർട്ടൻസ് ആയി പാർലമെന്റ് അംഗീകരിച്ചതാണ്. ഹൈ ക്വാളിറ്റി സയൻസ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് ഐസറുകളുടെ ലക്ഷ്യം. ഐസർ ഫാക്കൽറ്റീസ് വേൾഡ് ക്ലാസ് നിലവാരത്തിലുള്ളവരാണ്. ഭൂരിഭാഗം പ്രൊഫസേഴ്സും MIT, സ്റ്റാൻഫോർഡ്, ഹാർവാർഡ്, മാക്സ് പ്ലാങ്ക് തുടങ്ങിയ ഗ്ലോബൽ യൂണിവേഴ്സിറ്റീസിൽ നിന്നും PhDയും പോസ്റ്റ് ഡോക്കും നേടിയിട്ടുള്ളവരാണ്. അതുപോലെ ഐസറിലെ ഇൻഫ്രാസ്ട്രക്ചറും ലോക നിലവാരത്തിലാണ്. ലാബുകളും ഗവേഷണ ഉപകരണങ്ങളും ലൈബ്രറിയും ഹോസ്റ്റലും എല്ലാം ആധുനിക നിലവാരത്തിലാണ്. ഐസറിലെ ഏറ്റവും പ്രധാനപ്പെട്ട 5 ഇയർ BSMS ഡുവൽ ഡിഗ്രി പ്രോഗ്രാമിനെ ഒന്ന് സമ്മറൈസ് ചെയ്താൽ, ആദ്യ 2 വർഷം എല്ലാ സബ്ജക്റ്റിന്റെയും ബേസിക് കോഴ്സസ് പഠിപ്പിക്കുന്നു. അടുത്ത ഘട്ടത്തിൽ കാൻഡിഡേറ്റിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സബ്ജക്ട് മേജറായി ചൂസ് ചെയ്യാവുന്നതാണ്. സ്റ്റുഡന്റിന്റെ താല്പര്യം അനുസരിച്ച് മറ്റൊരു സബ്ജക്ട് കൂടി മൈനറായി ചൂസ് ചെയ്യാം. അത് ചില ഐസറുകൾ വ്യത്യാസമുണ്ട്. ലാസ്റ്റ് ഇയറിൽ അവരുടെ സബ്ജക്റ്റിലെ ഇഷ്ടപ്പെട്ട ഏരിയയിൽ ഒരു റിസർച്ച് പ്രൊജക്ട് ചെയ്യേണ്ടതാണ്. ഐസർ ഡിഗ്രിക്ക് അക്കാഡമിക് വേൾഡിൽ ഗ്ലോബൽ റെക്കഗ്നീഷൻ ഉണ്ട്. ഏകദേശം 60-70% ഐസർ ഗ്രാജുവേറ്റ്സും ഹാർവാർഡ്, MIT, സ്റ്റാൻഫോർഡ്, ഓക്സ്ഫോർഡ്, മാക്സ് പ്ലാങ്ക് തുടങ്ങിയ ഗ്ലോബൽ യൂണിവേഴ്സിറ്റീസിൽ PhDക്ക് പോകുന്നു. ISRO, DRDO, ബാർക്ക് തുടങ്ങിയ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ടെസ്റ്റുകൾ എഴുതി R&D വിഭാഗത്തിൽ ജോയിൻ ചെയ്യുന്നവരുമുണ്ട്. ഡാറ്റാ സയൻസിന്റെയും ബയോടെക്കിന്റെയും വളർച്ചയോടെ ഗൂഗിള്, മൈക്രോസോഫ്റ്റ് തുടങ്ങിയ കമ്പനികളിലും ഫാർമ കമ്പനികളിലും ഗവേഷണ പ്രാധാന്യമുള്ള തസ്തികകളിൽ സാധ്യതകൾ ഉണ്ട്. ഐസർ കൂടാതെ ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് വഴി അഡ്മിഷൻ ലഭിക്കുന്ന പാർട്ണർ ഇൻസ്റ്റിറ്റ്യൂട്ട്സിനെ, പ്രോഗ്രാംസിനെ നമുക്കൊന്ന് പരിചയപ്പെടാം. പാർട്ണർ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആൻഡ് പ്രോഗ്രാംസ്: IIC ബാംഗ്ലൂരിൽ ബാച്ചിലർ ഓഫ് സയൻസ് റിസർച്ച് പ്രോഗ്രാമിന് IIT നിന്നാണ് അഡ്മിഷൻ എടുക്കുന്നത്. അതുപോലെ IIT മദ്രാസിൽ ബാച്ചിലർ ഓഫ് സയൻസ് ഇൻ മെഡിക്കൽ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്. അതുപോലെ IIT മദ്രാസ് തന്നെ ബാച്ചിലർ ഓഫ് സയൻസ് ഇൻ കെമിസ്ട്രി. IIT ഗുവാഹട്ടിയിൽ ബാച്ചിലർ ഓഫ് സയൻസ് ഇൻ ബയോമെഡിക്കൽ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്. ഈ പ്രോഗ്രാമിലേക്കും IIT അഡ്മിഷൻ ടെസ്റ്റ് വെച്ചാണ് അഡ്മിഷൻ ലഭിക്കുന്നത്. ഇനി നമുക്ക് ഐസറിന്റെ അഡ്മിഷൻ ക്രൈറ്റീരിയ ഒന്ന് മനസ്സിലാക്കാം. ഏകദേശം 1 ലക്ഷത്തോളം കുട്ടികളാണ് ഓരോ വർഷവും ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിനെ രജിസ്റ്റർ ചെയ്യുന്നത്. ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് റാങ്കിനെ ബേസ് ചെയ്താണ് എല്ലാ ഐസറുകളിലേക്കുമുള്ള അഡ്മിഷൻ നടക്കുന്നത്. അതോടൊപ്പം ബോർഡ് എക്സാമിന്റെ മാർക്കിന്റെ മിനിമം ക്രൈറ്റീരിയയും കൂടെ സാറ്റിസ്ഫൈ ചെയ്യണം. SC, ST, PWD കാൻഡിഡേറ്റ്സ് ക്ലാസ് 12 അഗ്രിഗേറ്റ് മിനിമം 55% മാർക്കും ബാക്കി എല്ലാ കാറ്റഗറിക്കാരും അഗ്രിഗേറ്റ് മിനിമം 60% മാർക്കും നേടിയിരിക്കണം. ക്ലാസ് 12 ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, ബയോളജി എന്നീ 4 വിഷയങ്ങളിൽ
കുറഞ്ഞത് 3 വിഷയങ്ങളെങ്കിലും പഠിച്ചിരിക്കണം. 5 year BSMS in Computational and Data Science program at IISER Kolkata, 4 year BTech program at IISER Bhopal, 4 year BS in Economic Science program at IISER Bhopal, 4 year BS in Economic and Statistical Sciences program at IISER Tirupati. ഈ 4 പ്രോഗ്രാമിലേക്കും മാത്തമാറ്റിക്സ് നിർബന്ധമായും പഠിച്ചിരിക്കണം. 3 മാസമായിരിക്കണം ഈ പ്രോഗ്രാമിന് മാത്രം. ബാക്കിയുള്ളിടത്ത് ആ 4-ൽ ഏതെങ്കിലും 3 സബ്ജക്റ്റ് മതി. പഠിച്ചിരുന്നാൽ മതി. +2 പാസ്സാകുന്ന വർഷവും തൊട്ടടുത്ത 2 വർഷം കൂടി മാത്രമേ ഒരു കുട്ടിക്ക് ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എഴുതാൻ സാധിക്കുകയുള്ളൂ. അതായത് ജെഇഎമ്മിന്റെ അതേ ക്രൈറ്റീരിയ തന്നെ. 2025-ലെ 7 ഐസറുകളിലെ ക്ലോസിംഗ് റാങ്ക് നമുക്കൊന്ന് മനസ്സിലാക്കാം. 2025-ലെ ക്ലോസിംഗ് റാങ്ക് ആണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. ഐസർ പൂനെയിൽ BSMS പ്രോഗ്രാമിന് അൺറിസർവേഡ്, അതായത് നമ്മുടെ റിസർവേഷൻ ഒന്നും ഇല്ലാത്ത ജനറൽ കാറ്റഗറിയിൽ 1671 ക്ലോസിംഗ് റാങ്ക് എന്ന് പറയുന്നത്. ഇനി അതിനകത്ത് OBC എന്ന് പറഞ്ഞാൽ റിസർവേഷൻ ഇല്ലാത്ത OBC-കാർ ഉൾപ്പെടെയാണ് 1671. ഇനി OBC NCL ആണെങ്കിൽ 1101 റാങ്ക്, SC കാറ്റഗറി ആണെങ്കിൽ 563, EWS ആണെങ്കിൽ 464, ST കാറ്റഗറി ആണെങ്കിൽ 214 ക്ലോസിംഗ് റാങ്ക്. ഇനി നമ്മുടെ ഐസർ കൊൽക്കട്ട BSMS ഇൻ കമ്പ്യൂട്ടേഷണൽ ആൻഡ് ഡേറ്റാ സയൻസിൽ സെയിം പറഞ്ഞ പോലെ തന്നെ 2745 ജനറൽ കാറ്റഗറിയിലെ കട്ട് ഓഫ്, 1268 OBC NCL, SC കാറ്റഗറിയിൽ 566 ക്ലോസിംഗ് റാങ്ക്, EWSൽ 426, ST കാറ്റഗറിയിൽ 217. ഇനി ഐസർ ഭോപ്പാലിൽ BTech പ്രോഗ്രാമിന്റെ ക്ലോസിംഗ് റാങ്ക് ജനറലിൽ 3169, OBC NCLൽ 1313, SC കാറ്റഗറിയിൽ 797, EWSൽ 398, ST കാറ്റഗറിയിൽ 313 ലാസ്റ്റ് റാങ്ക്. ഇനി ഐസർ കൊൽക്കട്ടയിൽ BSMS പ്രോഗ്രാമിന്റെ ക്ലോസിംഗ് റാങ്ക് ജനറലിൽ 4758, OBC NCLൽ 3516, SC കാറ്റഗറിയിൽ 1129, EWSൽ 1005, ST കാറ്റഗറിയിൽ 675. ഐസർ മൊഹാലിയിൽ BSMS പ്രോഗ്രാമിൽ 4939 ജനറൽ കാറ്റഗറിയുടെ കട്ട് ഓഫ്, OBC NCLൽ 3680 ക്ലോസിംഗ് റാങ്ക്, SC കാറ്റഗറിയിൽ 1186, EWS 1114, STയിൽ 557. ഐസർ ഭോപ്പാലിൽ BSMS പ്രോഗ്രാമിന് 5624 ജനറലിലെ ക്ലോസിംഗ് റാങ്ക്, 3289 OBC NCL, SC കാറ്റഗറിയിൽ 1327 ക്ലോസിംഗ് റാങ്ക്, EWSൽ 1160, ST കാറ്റഗറിയിൽ 679. ഐസർ ഭോപ്പാലിൽ BS ഇൻ എക്കണോമിക് സയൻസിന്റെ ലാസ്റ്റ് റാങ്ക് പറയുമ്പോൾ ജനറലിൽ 5668 ക്ലോസിംഗ് റാങ്ക്, 2113 OBC NCLന്റെ ക്ലോസിംഗ് റാങ്ക്, 1377 SC കാറ്റഗറിയിൽ, EWSൽ 589, STയിൽ 715. അതുപോലെ ഐസർ ട്രിവാൻഡ്രം 6506 BSMS പ്രോഗ്രാമിന്റെ ജനറൽ കാറ്റഗറിയിലെ ക്ലോസിംഗ് റാങ്ക്. അതുപോലെ OBC NCL 3171, SCയിൽ 1472, EWS 1434, STയിൽ 724. ഇനി ഐസർ തിരുപ്പതിയിലെ BS ഇൻ എക്കണോമിക് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ സയൻസിൽ 8023 ജനറലിന്റെ ക്ലോസിംഗ് റാങ്ക്, 4006 OBC NCL, SCയിൽ 1663, EWS 1375, STയിൽ 768. ഇനി ഐസർ തിരുപ്പതിയിലെ BSMS പ്രോഗ്രാമിൻ്റെത് 8328 ജനറലിന്റെ ക്ലോസിംഗ് റാങ്ക്, 4360 OBC NCL, SCയിൽ 1651, EWS 1651 സെയിം അല്ലേ. അതുപോലെ STയിൽ 728. ഇനി ഐസർ ബെർഹാംപൂരിൽ BSMS പ്രോഗ്രാമിൻ്റെത് 8769 ലാസ്റ്റ് റാങ്ക് ജനറലിൻ്റെത്, OBC NCLൽ 4749, SC കാറ്റഗറിയിൽ 1693, EWSൽ 1883, ST കാറ്റഗറിയിൽ 802 ലാസ്റ്റ് റാങ്ക്. ഇത് 2025-ലെ ക്ലോസിംഗ് റാങ്കാണ് നമ്മളിപ്പം കണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് IISc ബാംഗ്ലൂര് BS പ്രോഗ്രാമിന്റെ ക്ലോസിംഗ് റാങ്ക് ഒന്ന് മനസ്സിലാക്കാം. IISc ബാംഗ്ലൂരിൽ BS റിസർച്ച് പ്രോഗ്രാമിന്റെ ക്ലോസിംഗ് റാങ്കാണ് പറയുന്നത്. ജനറൽ കാറ്റഗറിയിൽ 43 ഓൾ ഇന്ത്യ റാങ്ക് കട്ട് ഓഫ് റാങ്ക് വന്നിരിക്കുന്നത്. ജനറൽ ഫീമെയിൽസിന് 141, EWS കാറ്റഗറിയിൽ 15 ഓൾ ഇന്ത്യ റാങ്ക്, EWS ഫീമെയിൽ ആണെങ്കിൽ 58, OBC NCL ആണെങ്കിൽ 47 ക്ലോസിംഗ് റാങ്ക്, OBC NCL ഫീമെയിൽ കാറ്റഗറി ആണെങ്കിൽ 116, SC കാറ്റഗറിയിൽ 33 ക്ലോസിംഗ് റാങ്ക്, SC ഫീമെയിൽസ് ആണെങ്കിൽ 146, ST കാറ്റഗറിയിൽ 57, ST ഫീമെയിൽസ് ആണെങ്കിൽ 153 ക്ലോസിംഗ് റാങ്ക് എന്ന് പറയുന്നത്. ഇനി നമുക്ക് IIT മദ്രാസിന്റെ IIT വെച്ചുള്ള ക്ലോസിംഗ് റാങ്ക് ഒന്ന് കാണാം. IIT മദ്രാസിലെ 2025 IIT ക്ലോസിംഗ് റാങ്കാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. മെഡിക്കൽ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് 4 ഇയർ ബാച്ചുലർ സയൻസിന് ഓപ്പൺ കാറ്റഗറിയിൽ 526 ക്ലോസിംഗ് റാങ്ക്, ഓപ്പൺ ഫീമെയിൽ 203,
EWS 39, EWS ഫീമെയിൽസ് ആണെങ്കിൽ 146, OBC NCL 469, OBC NCL ഫീമെയിൽ 419, SC ന്യൂട്രൽ ആണെങ്കിൽ 289, SC ഫീമെയിൽ 47, ST ജനറൽ ന്യൂട്രൽ 40 ആണ് ക്ലോസിംഗ് റാങ്ക്. അതുപോലെ കെമിസ്ട്രി 4 ഇയർ ബാച്ചുലർ ഓഫ് സയൻസ് കഴിഞ്ഞ വർഷം തുടങ്ങിയ പ്രോഗ്രാമിൻ്റെതാണ്. ലാസ്റ്റ് റാങ്ക് 1372 ആണ് ഓപ്പൺ കാറ്റഗറിയിൽ. ഫീമെയിൽസ് 1431, EWS 66 ആണ്. ഫീമെയിൽസ് EWS 551 ആണ്. OBC NCL ജനറൽ ന്യൂട്രൽ ആണെങ്കിൽ 565 ആണ്. OBC NCL ഫീമെയിൽ ആണെങ്കിൽ 650 ആണ്. SC ജനറൽ ന്യൂട്രൽ ആണെങ്കിൽ 357 ആണ്. SC ഫീമെയിൽ ഓൺലി 139 ആണ്. ST ജനറൽ ന്യൂട്രൽ ആണെങ്കിൽ 169 ആണ് കഴിഞ്ഞ വർഷത്തെ ക്ലോസിംഗ് റാങ്ക്. ഇനി നമുക്ക് 7 ഐസറുകളിലെയും സീറ്റ് മെട്രിക്സ് ഒന്ന് നോക്കാം. ഐസർ ബർഹാംപൂരിൽ നമുക്ക് 300 സീറ്റുകളാണ് BSMS പ്രോഗ്രാമിന് ഉള്ളത്. അതുപോലെ ഐസർ ഭോപ്പാലിൽ 300 സീറ്റ് തന്നെയുണ്ട്. ഐസർ കൊൽക്കട്ടയിലും 280 സീറ്റാണുള്ളത്. ഐസർ കൊൽക്കട്ടയിലെ BSMS ഇൻ കമ്പ്യൂട്ടേഷൻ ആൻഡ് ഡേറ്റാ സയൻസിൽ 30 സീറ്റുകളുണ്ട്. ഐസർ മൊഹാലിയിൽ 270 സീറ്റുകളാണുള്ളത്. ഐസർ പൂനെയിൽ 288 സീറ്റുകളാണുള്ളത്. അതുപോലെ ഐസർ തിരുപ്പതിയിൽ 350 സീറ്റുകളാണുള്ളത്. ഐസർ നമ്മുടെ കേരളത്തിലുള്ള ഐസർ ട്രിവാൻഡ്രത്ത് 320 സീറ്റുകളാണുള്ളത്. അപ്പോൾ ടോട്ടൽ 2138 സീറ്റുകളാണ് BS പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് ഉള്ളത്. അതുപോലെ BS BTech പ്രോഗ്രാമിന്റെ സീറ്റുകൾ നോക്കിയാൽ ഐസർ ഭോപ്പാലിലെ BTechന് 140 സീറ്റുകളാണ്. ഐസർ ഭോപ്പാലിലെ എക്കണോമിക് സയൻസിന് 35 സീറ്റുകളാണ്. ഐസർ തിരുപ്പതിയിലെ എക്കണോമിക് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ സയൻസിന് 50 സീറ്റുകൾ. അങ്ങനെ അവിടെ ടോട്ടൽ 225 സീറ്റുകൾ. അങ്ങനെ ഗ്രാൻഡ് ടോട്ടൽ പറഞ്ഞാൽ 2363 സീറ്റുകളാണ് മൊത്തം ഉള്ളത്. ഐസറിലെ മൊത്തമുള്ള സീറ്റുകളുടെ എണ്ണമാണ് 2363. ഇനി നമുക്ക് ഐസറിലെ ഫീസ്, സ്കോളർഷിപ്പ് എന്നിവ ഒന്ന് കാണാം. ട്യൂഷൻ ഫീസ് ഓരോ സെമസ്റ്ററിനും ഏകദേശം 50,000 രൂപയോളം വരും. അത് ഓരോ ഐസറിലും ചെറിയ വ്യത്യാസം വരും. ഐസറിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്കോളർഷിപ്പ് എന്ന് പറഞ്ഞാൽ ഇൻസ്പയർ സ്കോളർഷിപ്പ് ആണ്. ₹5,000 പെർ മന്ത് ആണ്. ഇൻസ്പയർ സ്കോളർഷിപ്പിന്റെ ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ ബോർഡ് എക്സാമിന്റെ മാർക്ക് ടോപ്പ് 1% വരണം. +2 കഴിഞ്ഞ് ആ വർഷം തന്നെ ഐസറിൽ അഡ്മിഷൻ ലഭിച്ചാലേ ഈ സ്കോളർഷിപ്പ് ലഭിക്കുകയുള്ളൂ. ഇപ്പൊ റിപ്പീറ്റ് ചെയ്തൊക്കെ പഠിച്ച് ഒരു വർഷം കഴിഞ്ഞ് ഐസറിൽ അഡ്മിഷൻ നേടിയാൽ ഈ ഇൻസ്പയർ സ്കോളർഷിപ്പ് ലഭിക്കുകയില്ല. +2 കൂടെ തന്നെ ആ വർഷം തന്നെ ഐസറിൽ അഡ്മിഷൻ നേടണം, എങ്കിലേ ഈ സ്കോളർഷിപ്പ് ലഭിക്കുകയുള്ളൂ. ടോപ്പ് 1% ബോർഡ് എക്സാമിന്റെ മാർക്ക് ടോപ്പ് 1% ആയിരിക്കും. അതുകൂടാതെ എക്കണോമിക്കലി വീക്കർ സ്റ്റുഡൻസിന് നിരവധി സ്കോളർഷിപ്പുകൾ വേറെ ഉണ്ട്. അത് ഓരോ ഐസറിലും ഡിപ്പെൻഡ് ചെയ്താൽ നിൽക്കുന്നു. ഇനി നമുക്ക് ഐസർ IITയുടെ എക്സാം പാറ്റേൺ ഒന്ന് മനസ്സിലാക്കാം. ഐസർ IIT കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ആണ്. മൊത്തം 60 ക്വസ്റ്റ്യൻ ഉണ്ട്. ഫിസിക്സ് 15 ക്വസ്റ്റ്യൻ, കെമിസ്ട്രി 15 ക്വസ്റ്റ്യൻ, മാത്തമാറ്റിക്സ് 15 ക്വസ്റ്റ്യൻ, ബയോളജി 15 ക്വസ്റ്റ്യൻ. 3 മണിക്കൂറാണ്. 3 മണിക്കൂർ പരീക്ഷയാണ്. എല്ലാം ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് തന്നെയാണ് വരുന്നത് അല്ലേ? 4 ഓപ്ഷൻ ഉണ്ട്. ഓരോ ക്വസ്റ്റ്യനും 4 മാർക്ക് വീതം. തെറ്റിയാൽ ഓരോ മാർക്ക് നഷ്ടപ്പെടും. അങ്ങനെ മൊത്തം മാർക്ക് എന്ന് പറഞ്ഞാൽ 240 മാർക്ക്. അപ്പോൾ 60 ക്വസ്റ്റ്യൻ 4 മാർക്ക് വെച്ച് ടോട്ടൽ 240 നമ്മുടെ ഐസറിന്റെ ടോട്ടൽ മാർക്ക്. സാധാരണ ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് മെയ് മാസത്തിലും ജൂൺ മാസത്തിലൊക്കെയാണ് നടക്കുന്നത്. ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യം. മുൻ വർഷങ്ങളിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഏകദേശം ഒരു 40% ഒക്കെ മാർക്ക് കിട്ടുകയാണെങ്കിൽ ഏതെങ്കിലും ഐസറിലൊക്കെ അഡ്മിഷൻ കിട്ടാനുള്ള സാധ്യതയുണ്ട്. 40% ഏകദേശം കിട്ടുവാണെങ്കിൽ എവിടെ ഏതെങ്കിലും ഐസറിൽ ഏതെങ്കിലും ഒരു കോഴ്സിന് അഡ്മിഷന് സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഐസറിന്റെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് IITയുടെ എക്സാമിന്റെ പാറ്റേണിനെ കുറിച്ച് പറഞ്ഞു. അതിന്റെ സിലബസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 2025 സിലബസ് ആണ് നമ്മുടെ നിലവിലുള്ളത്. കാരണം ഈ വർഷത്തെ നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല. 2025 സിലബസ് എന്ന് പറയുന്നത് പുതിയ NCERT പ്രകാരമുള്ള സിലബസ്, അതായത് JEE മെയിന്റെ സിലബസ്, നീറ്റിന്റെ സിലബസും തന്നെയാണ് ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന്റെ 2025 സിലബസ്. 2026 നോട്ടിഫിക്കേഷൻ വരുമ്പോൾ വ്യത്യാസം ഉണ്ടെങ്കിൽ നമുക്ക് അന്നേരം മനസ്സിലാക്കാം. കൂടുതൽ വിശദ വിവരങ്ങൾക്ക് നമ്മുടെ ഐസറിന്റെ വെബ് അഡ്രസ്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് നോക്കാവുന്നതാണ്. ഐസറിനെ കുറിച്ചും ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിനെ കുറിച്ചും ഒരു ഏകദേശ ധാരണ നിങ്ങൾക്ക് ലഭിച്ചു എന്ന് വിചാരിക്കുന്നു. റിസർച്ച് താല്പര്യമുള്ളവർ, പ്യുവർ സയൻസ് താല്പര്യമുള്ളവർ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ തീർച്ചയായും അപ്ലൈ ചെയ്യുക. കൂടുതൽ വിവരങ്ങൾ നമ്മൾ നോട്ടിഫിക്കേഷൻ വരുന്നതനുസരിച്ച് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതാണ്. ഓക്കെ, താങ്ക് യു. Brilliant Study Center, India's #1 coaching center for NEET and JEE.